പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുക്തിവാദ കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ പരിപാടിക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകരോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഒരു വിഷയാവതരണം എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ സബ്ജക്റ്റിനെ ഞാൻ പ്രധാനമായും സമീപിക്കുന്നത്. ഒരു സ്ഥിരം പ്രഭാഷണ രീതിയിലല്ലാതെ ഈ വേദിയുടെ സ്വഭാവത്തിൻ്റെ ഗൗരവത്തെ മാനിച്ചുകൊണ്ടാണ് ഒരു പ്രസൻറ്റേഷനോട് കൂടി ഇത് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ സമയം പരിമിതമാണ്. 45 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. തുടർന്ന് കുറച്ച് നേരത്തെ ചർച്ചയും. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾക്ക് നിൽക്കാതെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മതേതര ഇന്ത്യയും ഭരണകൂടത്തിൻ്റെ മതവൽക്കരണവും എന്ന വിഷയം നിങ്ങൾക്കാർക്കും തന്നെ ഒരർത്ഥത്തിൽ ഒരു പുതിയ വിഷയമല്ല. നാം ജീവിക്കുന്ന രാഷ്ട്രമെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെക്കുറിച്ചും ഇന്ത്യ എങ്ങനെ മതേതര രാഷ്ട്രമായി എന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ചും ഇത്തരമൊരു വേദിയിൽ ഒരു ദീർഘ വിശദീകരണത്തിൻ്റെ അനിവാര്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ആമുഖത്തിൽ വിശദീകരിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള മതവൽക്കരണത്തിന് വിധേയമാകുന്ന ഭരണകൂടം എന്ന ഒരു സവിശേഷ സ്ഥിതിയിലേക്ക് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി നമ്മുടെ രാഷ്ട്രം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു സ്ഥിതിയിൽ ഞാൻ പ്രധാനമായും കരുതുന്നത് ഒന്ന് സെക്കുലർ എന്ന പദം, മതേതരം എന്ന വാക്ക്. രണ്ട്, ഇന്ത്യ എന്ന വാക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന ദേശരാഷ്ട്രം എന്നതുകൊണ്ട് ദേശീയത എന്ന പ്രധാനപ്പെട്ട ഒരു സംവർഗം. മൂന്നാമത് നമ്മുടെ ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ നിലവിലുള്ള മതവൽക്കരണം. ഈ മൂന്ന് കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ മതേതരത്വം എന്ന സങ്കല്പം ഉദയം ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ആധുനികതയുടെ ഭാഗമായിട്ടാണ്. അഥവാ എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയ ഘട്ടത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ സെക്കുലറിസത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ലോകത്തുണ്ടാവുന്നത്. അതിനു മുൻപ് മതേതരത്വം ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവരൊക്കെ മതവാദികളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ജനപദങ്ങളിൽ ജനാധിപത്യം നിലനിന്നിരുന്ന രാഷ്ട്രമാണ് ഭാരതം എന്നൊക്കെ വാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും യാതൊരു നിലയ്ക്കും ശാസ്ത്രീയമായ ഒരു തെളിവുമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാവുന്നത് ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ നിർമ്മിതി എൻലൈറ്റ്മെൻറ്റിന് ശേഷം സംഭവിച്ച, പ്രധാനമായും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ദേശരാഷ്ട്രങ്ങളുടെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ സെക്കുലറിസം എന്ന് പറയുന്ന ആധുനിക സംവർഗത്തിന് പ്രധാനപ്പെട്ട തുടക്കം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദേശരാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ദേശീയത എന്ന സങ്കല്പത്തിൽ നിന്ന് വേണം ഇത് ആരംഭിക്കാൻ എന്ന് കരുതുന്നു. നേരിട്ട് ഈ വിഷയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനൊരു രാജ്യത്തിൻ്റെ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിലവിൽ നമ്മുടെ മാപ്പിൽ ഇങ്ങനൊരു രാജ്യമില്ല. നിലവിൽ മാത്രമല്ല, പണ്ടും ഇങ്ങനൊരു രാജ്യം ഇല്ല. ഇതൊരു സാങ്കല്പിക രാജ്യമാണ്. ഇതിൻ്റെ പേര് കുമരിഖണ്ഡം എന്നാണ്. ഏറെക്കാലത്തേക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തെ വരെ പിടിച്ചു കുലുക്കിയിരുന്ന ഒരു ഭാവനാ രാഷ്ട്രമാണ് കുമരിഖണ്ഡം എന്ന ഈ രാജ്യം. അതായത് ഇന്നത്തെ ഓസ്ട്രേലിയ മുതൽ മെഡിറ്ററേനിയൻ ഭാഗം മുതൽ ഓസ്ട്രേലിയയുടെ വരെയും ഇവിടെ നിന്ന് നമ്മുടെ ഇന്ത്യൻ മുനമ്പ് വരെയും തമിഴ്നാട് വരെയും ഒന്നടങ്കം നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രമായിരുന്നു പ്രാചീന തമിഴകത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രമെന്നും ആ നിലയ്ക്ക് അതിവിശാലമായ ഒരു ഭൂഖണ്ഡം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഒരു സങ്കല്പം തമിഴകത്ത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അതാണ് കുമരിഖണ്ഡം എന്ന സങ്കല്പം. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിനെ പറ്റിയിട്ടുള്ള വളരെ വലിയ ഫാൻറ്റസികളും എത്ര ലോക സിനിമ വേണമെങ്കിൽ പിടിക്കാനുള്ള ഡാറ്റയും ഒക്കെ കിട്ടും. സത്യത്തിൽ ഇതൊരു ഭാവന രാജ്യം മാത്രമാണ്. നമുക്കറിയാം, ശാസ്ത്രീയമായി ഇന്ന് ഭൂഖണ്ഡങ്ങളുടെ നിർമ്മിതിയെ പറ്റിയിട്ടുള്ള പഠനം നടക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു കോണ്ടിനെൻ്റ് ആയിരുന്നില്ല. ഇന്ത്യയും ഓസ്ട്രേലിയയ്ക്കും അടങ്ങുന്ന ഒരു കോണ്ടിനെൻറ്റ് മുമ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് തെന്നിമാറിയാണ് ഇന്നത്തെ ഇന്ത്യ രൂപപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കുമരിഖണ്ഡം ഉണ്ടായിരുന്നതിനെപ്പറ്റി ഒരു ശാസ്ത്രീയ തെളിവുകളും നിലവിൽ ലഭ്യമല്ല. ഇതൊരു ഇമാജിൻഡ്, ഒരു ഭാവനാ രാഷ്ട്രമാണ്. ഇങ്ങനെ പല ഭാവനാ രാഷ്ട്രങ്ങളുണ്ട്. ലെമൂറിയ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സങ്കല്പമുണ്ട്. ലെമൂറിയ എന്ന് പറയുന്ന ഈ ഭാഗത്തെ മുഴുവൻ ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു കടലിൽ. അതെല്ലാം മുങ്ങിപ്പോയതാണ്. ലെമൂറിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കുമരിഖണ്ഡം എന്ന സങ്കല്പവും വരുന്നത്. യഥാർത്ഥത്തിൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ നിർമ്മിതിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് സമ്പൂർണ്ണമായിട്ടൊരു മിത്താണ്, ഒരു മിത്തായിട്ടുള്ള രാഷ്ട്രമാണ്. പക്ഷേ ഇമാജിനേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അതുകൊണ്ട് ദേശരാഷ്ട്രങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി പഠിക്കുന്ന ചിന്തകർ പ്രധാനമായും ഈ ഭാവനയെ കണക്കാക്കാതിരുന്നിട്ടില്ല. ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി ബെനഡിക്റ്റ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ചിന്തകൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ ദേശീയതയെ സംബന്ധിച്ച പ്രസിദ്ധമായ സങ്കല്പനമാണ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഈ ആശയം. അതായത് അച്ചടി മുതലാളിത്തത്തിൻ്റെ വരവോടുകൂടി, പ്രിൻ്റ് ക്യാപിറ്റലിസത്തിൻ്റെ വരവോടുകൂടി ഒരു പ്രദേശത്തെ ജനങ്ങൾ, ഒരു സമൂഹം ഒന്നടങ്കം ഒരു ഇമാജിനേഷനിൽ പങ്കുചേരുന്നു. ഞങ്ങളെല്ലാവരും ഒരു കൂട്ടരാണ്. ഞങ്ങളെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന എന്തൊക്കെയോ കണ്ണികളുണ്ട്, പലതരം കണ്ണികൾ. ആ കണ്ണികൾ അവർ കണ്ടെത്തുകയാണ്. അത് ഭാഷയാവാം, ചിലപ്പോൾ മതമാകാം, വിശ്വാസങ്ങളാകാം, ആചാരങ്ങളാകാം, എന്തുമാകാം. ഈ കണ്ണികൾ കണ്ടെത്തുകയും അങ്ങനെ ക്രമേണ ഊടും പാവുമായി ആ കണ്ണികൾ ആ സമൂഹം കൂട്ടിക്കെട്ടുകയും ചെയ്യുമ്പോൾ അവരുടെ ഇമാജിനേഷനിൽ ക്രമേണ ഒരു രാഷ്ട്രം രൂപപ്പെടുന്നു എന്നതാണ്. അത് പ്രിൻ്റ് ക്യാപിറ്റലിസത്തിൻ്റെ വരവോട് കൂടി വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ടാണ് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലളിതമായ ചെറിയ വിശദീകരണമാണ്. നമ്മുടെ വിഷയത്തിനകത്തേക്ക് കയറേണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതാണ് ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയട്ടെ, ദേശരാഷ്ട്രം എന്ന് പറയുന്നത് വളരെ ആധുനികമായൊരു പരിപാടിയാണ്. പരമാവധി പിന്നിലേക്ക് പിടിച്ചാൽ 200-250 വർഷത്തിന് പിന്നിലൊന്നും നമ്മൾ ഈ കാണുന്ന ആധുനിക ദേശരാജ്യം രാഷ്ട്രം എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. അതിൻ്റെ പിന്നിലേക്കുള്ളതെല്ലാം വെറും ഭാവനകൾ മാത്രമാണ്. ആധുനിക ദേശരാഷ്ട്രത്തിന് യഥാർത്ഥത്തിൽ ഒരു 250 വർഷം ഒക്കെ പിന്നിലേക്കുള്ള ആയുസ്സേ യഥാർത്ഥത്തിലുള്ളൂ. ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ ഈ തിയറിയോടൊപ്പം തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട ഒന്നാണ് എറിക് ഹോബ്സ്ബോം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ദ ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ എന്ന് പറയുന്ന, ഇൻവെൻറ്റഡ് ട്രഡീഷൻസ് എന്ന് പറയുന്ന, കണ്ടെടുക്കപ്പെടുന്ന പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന ഹോബ്സ്ബോം എന്ന ചിന്തകൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ആശയം. അതായത് ഒരു സമൂഹം ഒരു രാഷ്ട്ര രൂപീകരണത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമൂഹം ഒരു പൊതുവായ പാരമ്പര്യത്തെ ഇൻവെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഹോബ്സ്ബോം വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മളുടെ നാട്ടിൽ ഈ പ്രധാനമായിട്ടും മതവാദികൾ നിരന്തരം തറവാടിത്ത ഘോഷണം കൂടിയുള്ളവരാണല്ലോ. തറവാടിത്തം എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വലിയ തറവാട്ട് പറഞ്ഞ ആളാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ തറവാടിത്തത്തിൻ്റെ പിന്നിലേക്ക് പോയാൽ പാരമ്പര്യം ആണ് നിൽക്കുന്നുണ്ടാവുക. ഞങ്ങളൊരു വലിയ പാരമ്പര്യമുള്ള ആളുകളാണ്. ഈ പാരമ്പര്യം തന്നെയാണ് ഒരു ലാർജർ സ്കെയിലിൽ ഒരു ദേശത്തിൻ്റെ പാരമ്പര്യത്തിലെ അഭിമാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ള പാരമ്പര്യം സത്യത്തിൽ പിന്നിലുള്ള ഒന്നാണോ? നമുക്ക് ചിന്തിച്ചാൽ ലോജിക്കലി നമുക്ക് ചെന്നെത്താവുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണോ നമ്മൾ ഈ പറയുന്നത്? സത്യത്തിൽ പിന്നിലുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാരമ്പര്യത്തെയാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഹോബ്സ്ബോം നൽകുന്ന ഉത്തരം അങ്ങനെ ഒരു പാരമ്പര്യമില്ല. മറിച്ച് നമ്മുടെ ഒരു സമൂഹം നമുക്കിഷ്ടമുള്ളൊരു പാരമ്പര്യത്തെ ഇൻവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നിലേക്ക് ചിന്തിച്ച് നമുക്കിഷ്ടമുള്ളൊരു പാരമ്പര്യം ഇൻവെൻറ്റ് ചെയ്യുകയാണ്. ഞാനതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പിന്നിലേക്ക് പിടിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഭാവനകളാണല്ലോ നമ്മുടെ പാരമ്പര്യമായിട്ട് കാണുക. മുത്തശ്ശിമാർ കഥ പറഞ്ഞുറക്കിയ ബാല്യം എന്നൊക്കെ കേരളത്തിൽ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ എത്ര മുത്തശ്ശിമാർക്ക് കഥ പറഞ്ഞ് കുട്ടികളെ ഉറക്കാൻ പറ്റിയിരുന്നു എന്ന സോഷ്യോളജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറില്ല. എത്ര മുത്തശ്ശിമാർ ഒരു 100 വർഷം മുമ്പ് ഈ രാമായണവും മഹാഭാരതവും ഒക്കെ ഇങ്ങനെ കുട്ടികളെ പറഞ്ഞ് വൈകുന്നേരം ഇരിക്കാൻ പറ്റിയ കണ്ടീഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വസ്തുതാപരമായി ചിന്തിച്ചാൽ അത് വളരെ വളരെ ചെറിയൊരു ശതമാനമായിരിക്കും. പക്ഷേ നമ്മളൊരു പൊതു മുത്തശ്ശിയെ സങ്കല്പിച്ചെടുക്കും, പൊതു കേരളത്തെ സങ്കല്പിച്ചെടുക്കും, അപ്പോൾ അതുപോലെ ഒരു പൊതു ഇന്ത്യയെയും സങ്കല്പിച്ചെടുക്കുന്നു. അതായത് ഈ ഇൻവെൻറ്റ് ചെയ്ത് ട്രഡീഷനെ കണ്ടെത്തുകയാണെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട തിയറി. നമ്മുടെ വിഷയത്തിൻ്റെ ഒരു വൈപുല്യം കാരണം ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടങ്ങുന്നില്ല. അപ്പോൾ അതായത് ഈ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെയും ഹോബ്സ്ബോമിൻ്റെ ഈ ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ എന്ന് പറയുന്ന രണ്ട് ആശയങ്ങൾ ഞാൻ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്ന് ദേശരാഷ്ട്രങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അനേകം തിയറികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട 2 തിയറികൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള പുതിയ തിയറികൾ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന വാദം വളരെ പ്രാചീന കാലത്തെ, ഇവരൊക്കെ വളരെ ആധുനികരാണല്ലോ, പ്രാചീന കാലത്തെ നമ്മുടെ നാട്ടിൽ ദേശരാഷ്ട്രം ഉണ്ടെന്നാണ്. അങ്ങനെയാണല്ലോ, ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായിട്ട് 5000 കൊല്ലമായി, അങ്ങനെയാണല്ലോ. കൊട്ടത്താപ്പിനാണല്ലോ നമ്മൾ കണക്ക് പറയുക. അല്ലാതെ കൊട്ടയിൽ തേങ്ങ എടുക്കുന്നത് പോലെയാണ് കണക്ക്. അത് ഇത്ര തേങ്ങ എന്ന് കണക്കില്ലാത്തതുകൊണ്ട് അതുപോലെ കൊട്ടത്താപ്പിനാണ് കണക്ക് പറയുന്നത്. ഈ അടുത്ത ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ. അപ്പം നമ്മുടെ നാട്ടിലൂടെ ഈ ഘോഷയാത്ര നടത്തുമ്പോൾ അതിന് മുന്നിൽ എത്ര 2400 സംതിങ്, എനിക്കറിയില്ല, കൃത്യമായ ജന്മദിനം എഴുതി വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഘോഷയാത്ര നടത്തുന്നത് കൃഷ്ണൻ്റെ. ഈ ഘോഷയാത്രയുടെ അവിടെ ഇത് പിടിച്ചു നിൽക്കുന്ന ആളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ബർത്ത്ഡേ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല.
നമ്മളോട് ചോദിച്ചാലും അത് വേറെ ചോദ്യമാണ്. എത്ര പേർക്ക് സ്വന്തം അമ്മയുടെ അച്ഛൻ്റെയും ബർത്ത്ഡേ അറിയാവുന്ന അഹങ്കാരമുള്ളവരോട് മുത്തശ്ശൻ്റെ ചോദിച്ചാൽ മതി. അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദർ. അതോടുകൂടി അഹങ്കാരം തീരും. അപ്പോഴാണ് ഈ 2000 കൊല്ലം മുമ്പ് ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഏതോ ഒരാളുടെ ബർത്ത്ഡേ കൃത്യമായി അറിയാം. ഈ രീതിയിലാണ് ഈ വാദങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിനോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിവരത്തോടെ തർക്കിച്ചിട്ട് കാര്യമുള്ളൂ, വിവരക്കേടിനോട് തർക്കിച്ചിട്ട് കാര്യമില്ല പറയുമല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രാചീന ഗ്രീസിലെ ചിന്തകൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ആ ഘട്ടം എന്ന് പറയുന്നത് ദേശരാഷ്ട്രവും മതവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിരവധി ചർച്ചകൾ നടന്നൊരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ ആ ചർച്ചകൾ മിക്കവാറും എല്ലാവരും തന്നെ മതത്തിന് രാഷ്ട്രത്തിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് അന്ന് ചിന്തിക്കുന്നത്. അഥവാ മതവും രാഷ്ട്ര ചിന്തയും തമ്മിൽ വേറിട്ട് കാണേണ്ടതാണ് എന്നൊരു ചിന്തയൊന്നും പൂർണ്ണാർത്ഥത്തിൽ 3 പേരിലും ഡെവലപ്പ് ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം മതനിയമങ്ങൾ അതേപടിയല്ല രാഷ്ട്ര നിയമങ്ങളായി തീരേണ്ടത് എന്ന ചിന്ത നമുക്ക് സോക്രട്ടീസ് മുതൽ തന്നെ കാണാം. സോക്രട്ടീസിൽ തന്നെ അത്ര ഒരു ചിന്തയുണ്ട്. സോക്രട്ടീസിൻ്റെ പ്രധാനപ്പെട്ട 3 ഡയലോഗ്സ് ഉണ്ടല്ലോ. അവസാനത്തെ ക്രിട്ടോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യരെഴുതുന്ന അപ്പോളജി, അവസാനത്തെ ഡയലോഗുകൾ നോക്കിക്കഴിഞ്ഞാൽ സോക്രട്ടീസ് വിചാരണ ചെയ്യപ്പെടുന്നത് അവസാനം ഹാംലെറ്റ് എന്ന് പറയുന്ന വിഷം കൊടുത്തിട്ടാണല്ലോ അദ്ദേഹത്തെ കൊല്ലുന്നത്. ആ വിഷം കൊടുത്ത് കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ട 2 കുറ്റങ്ങളാണ്. ഒന്ന്, യുവാക്കളെ വഴിതെറ്റിക്കുന്നു. അത് നിങ്ങൾക്ക് നേരെയും നമുക്ക് നേരെയൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇന്നത്തെ ആരോപണമാണ്. മറ്റൊരു പ്രധാന ആരോപണം അധീനാദേവിയെ വെല്ലുവിളിച്ചു, അന്നത്തെ പ്രധാന ദേവതയെ വെല്ലുവിളിച്ചു എന്നതായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം അന്നേ ഉണ്ട്. അതായത് അധീനാദേവിയുടെ അഥവാ ഗോഡിൻ്റെ രാഷ്ട്രത്തിനകത്തെ പങ്കിനെതിരായിട്ടുള്ള ഒരു വിയോജിപ്പ് അന്നേ ശക്തിപ്പെടുന്നുണ്ട്. പക്ഷെ അത് അരിസ്റ്റോട്ടിൽ എത്തുമ്പോഴാണ് വേറൊരു അർത്ഥത്തിൽ നമ്മൾ കാണുക. അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നു. പൊളിറ്റിക്സ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകം നമ്മൾ യഥാർത്ഥത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതായത് അതിനകത്താണ് മാൻ ഈസ് ആൻ പൊളിറ്റിക്കൽ അനിമൽ എന്ന് പറയുന്ന നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുള്ള പ്രസിദ്ധമായ വാചകമൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. മനുഷ്യൻ ഒരു രാഷ്ട്രീയ മൃഗമാണ്. അതിലദ്ദേഹം പോളിസിൽ ജീവിക്കുന്ന ആളുകളെയാണ് പൊളിറ്റിക്സിന് അർഹരായ മനുഷ്യരെന്ന് കാണുന്നത്. പോളിസ് എന്ന് വെച്ചാൽ നഗരമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ആധുനിക അർത്ഥത്തിലുള്ള നഗരം അതേപടി പോളിസ് എന്ന് പറയുന്നതിൽ ചില ശാസ്ത്രീയമായി അങ്ങനെ ചിന്തിക്കുമ്പോൾ ചില തെറ്റുകളുണ്ട്. ആ അർത്ഥത്തിലല്ല അത് നിൽക്കുന്നത്. പക്ഷേ അവിടെയുള്ള പ്രഭുക്കൾ, അവിടെയുള്ള ഇടപ്രഭുക്കൾ മുതൽ പ്രധാന പ്രഭുക്കൾ വരെ, രാജാവ്, അതോടൊപ്പം അവിടുത്തെ എലീറ്റ് ക്ലാസ്സായ ചില പ്രത്യേക വർഗ്ഗങ്ങൾ, ഇവരെല്ലാം താമസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിനെ അടങ്ങുന്ന ഈ പോളിസ് ഉണ്ടല്ലോ, ആ പോളിസിനെ സംബന്ധിച്ചിട്ട് ആ പോളിസിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, അവരെ എങ്ങനെ ഭരിക്കണം തുടങ്ങിയ വ്യവഹാരമാണ് പൊളിറ്റിക്സ് എന്ന് വ്യവഹരിക്കപ്പെടുന്നത്. അവിടെ ജീവിക്കുന്ന മനുഷ്യരെയാണ് അരിസ്റ്റോട്ടിൽ സിറ്റിസൺ എന്നും വിളിക്കുന്നത്. അതിൻ്റെ കൃത്യം തർജ്ജമയാണ് സത്യത്തിൽ പൗരത്വം. മലയാളത്തിൽ അപൂർവമായിട്ടേ വാക്കുകൾക്ക് നല്ല തർജ്ജമ ഉണ്ടാവാറുള്ളൂ. പുരത്തിൽ ജീവിക്കുന്നവനാരോ അവനാണ് പൗരൻ. പുരം എന്ന് വെച്ചാൽ നഗരം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ നളചരിത മാട്ടക്കഥയിലൊക്കെ പുഷ്കരൻ ആട്ടിവിടുമ്പോൾ ഈ നളനെ രാജ്യഭ്രഷ്ടനായിട്ട് രാജ്യത്ത് നിന്ന് പുറത്താക്കുമ്പോൾ പുരത്തിൽ മരുവും മഹാജനങ്ങളും നാട്ടിൻ പുറത്തു വസിക്കും ഓരോ ജനങ്ങളും എന്ന് വേറെ എടുത്ത് പറയുന്നത് കേൾക്കാം ഉണ്ടായി. അതായത് പുരത്തിൽ വസിക്കുന്ന ജനങ്ങൾ വേറെയാണ്, അതാണ് സിറ്റിസൺ. പിന്നെ നാട്ടിൻ പുറത്ത് വസിക്കുന്ന ആരോ ഉണ്ട് ജനങ്ങൾ, ദാറ്റ്സ് ഓൾ. അത് പൗരന്മാരല്ല. ഈ സങ്കല്പം അടിസ്ഥാനപരമായി അരിസ്റ്റോട്ടിലുണ്ട്. അരിസ്റ്റോട്ടിൽ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷികൾ എന്നാണ് ഈ പുറത്തെ ആളുകളെ പറ്റി വിശദീകരിക്കുന്നത്. അതായത് പോളിസിന് പുറത്തുള്ള ജനസമൂഹത്തെ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷികൾ എന്നുള്ളൊരു രൂപത്തിലൂടെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ വളരെ കാൽപ്പനികമായ എന്തോ ഒരു ഇമേജാണ് നമുക്ക് തോന്നുക. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് പറക്കുന്ന വേട്ടപ്പക്ഷി ഒരു ഒരു വല്ലാത്ത മന്ത്രവാദ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഭീകര സ്വഭാവമുള്ള പക്ഷി, അതിനെയാണ് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു ഇമേജ് കിട്ടണമെങ്കിൽ ഒറ്റയാനൊക്കെ സങ്കല്പിക്കേണ്ടി വരും. അതായത് കാട്ടിലൂടെ ഭ്രാന്തമായി നടക്കുന്ന ഒരൊറ്റയാൻ, ഒരാന. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ പോളിസിന് പുറത്തുള്ള മനുഷ്യർ എന്നാണ് അദ്ദേഹം കരുതുന്നത്. അവർക്ക് അദ്ദേഹം പൗരത്വമൊന്നും കാണുന്നില്ല. നമുക്കറിയാമല്ലോ, പ്രാചീന ഗ്രീസിലെ ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ വോട്ടവകാശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടവകാശത്തെക്കുറിച്ചോ കുട്ടികളുടെ അവകാശത്തെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അതൊന്നും ഗ്രീസിൽ മുമ്പുണ്ടായിരുന്നല്ല. ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ചില തെളിവുകൾ നമുക്ക് ഗ്രീസിൽ കണ്ടെത്താം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രാചീന ഗ്രീസ് ജനാധിപത്യം കൊണ്ട് പൂത്തലഞ്ഞിരുന്നു എന്നൊക്കെ ചിലർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താ ഈ പറയുന്ന പ്രാചീന ഗ്രീസിനെ പറ്റി പഠിക്കാതെ സംസാരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിവേ, അരിസ്റ്റോട്ടിൽ അടിസ്ഥാനപരമായി ചില സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചു. രാഷ്ട്രത്തിനകത്തെ പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ പോളിസിലെ ജനതയെ ഭരിച്ചുകൂടാ. മറിച്ച് പോളിസിൽ ജീവിക്കുന്ന മനുഷ്യൻ ഓൾറെഡി
ഒരു ഒരു പൊളിറ്റിക്കൽ അനിമലാണ്. ഈ പൊളിറ്റിക്കൽ അനിമൽ, രാഷ്ട്രീയ മൃഗം എന്ന നിലയ്ക്ക് ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതം, ആ കാലികമായി നിൽക്കുന്ന ജീവിതം, അതിനോട് എപ്പോഴും ഭരണകൂടം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതല്ലാതെ എറ്റേണൽ വാല്യൂസ്, നിത്യമൂല്യങ്ങൾ, ശാശ്വത മൂല്യങ്ങൾ, അതിനെപ്പറ്റിയാണല്ലോ ദൈവവിശ്വാസം സംസാരിക്കുക. ഈ എറ്റേണൽ വാല്യൂസിനെ മുൻനിർത്തിക്കൊണ്ട്, ശാശ്വത മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കലും രാഷ്ട്രഭരണം പൂർണ്ണമായി നടത്തിക്കൂടാന്നുള്ള അഭിപ്രായം അരിസ്റ്റോട്ടിലുണ്ടായിരുന്നു. ഇതിനർത്ഥം അരിസ്റ്റോട്ടലിന് ഏതെങ്കിലും നിലയ്ക്ക് മതവും രാഷ്ട്രവും തമ്മിൽ സമ്പൂർണ്ണ വിയോജിപ്പുണ്ടാവണം എന്ന നിലയ്ക്ക് വികസിച്ചു എന്നൊന്നുമല്ല. ഞാനതിപ്പോഴേ വ്യക്തമാക്കണം, അങ്ങനെയൊന്നുമില്ല. ബട്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ടേൺ നമുക്ക് അരിസ്റ്റോട്ടിൽ കാണാൻ പറ്റുമെന്ന് സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഘട്ടമൊക്കെ കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം, നമുക്കറിയാവുന്നതുപോലെ 17-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട തത്വചിന്താപരവും അതോടൊപ്പം തന്നെ ഒന്നടങ്കം രാഷ്ട്രീയത്തെയും സാമൂഹ്യ ഘടനയെയും ലോകത്തെമ്പാടുമുള്ള സമൂഹങ്ങളുടെ തുടർന്നുള്ള ക്രമീകരണത്തെയും ഒക്കെ മാറ്റിപ്പണിയുന്ന എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവ വികാസങ്ങൾ, ചിന്താപരിണാമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ ഘട്ടം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ യുക്തിചിന്ത ശക്തിപ്പെടുകയും യുക്തിചിന്തയുടെ ഒരു പശ്ചാത്തലത്തിൽ നാം പറയുന്ന സെക്കുലർ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനപരമായ ചില സങ്കല്പനങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം തീർച്ചയായിട്ടും വോൾട്ടയറിലുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല, വലിയൊരു അധ്യായമാണ് വോൾട്ടയർ. അതുകൊണ്ട് ഒരു കാര്യം പ്രധാനപ്പെട്ടാണ്, രാഷ്ട്രം എന്ന് പറയുന്നതിനകത്തുള്ള വ്യക്തി കുറച്ചുകൂടി വസ്തുതാപരമായി ഡാറ്റകളെ മുൻനിർത്തി ചിന്തിക്കുക എന്ന് പറയുന്നത് വോൾട്ടയറിൻ്റെ ചിന്തയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ഡാറ്റകൾ എത്ര കണ്ട് യുക്തിസഹമാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള തുടർന്ന് നമ്മൾ ഇന്ന് പറയുന്ന നിലയ്ക്കുള്ള സയൻറ്റിഫിക് ഡാറ്റ എന്നൊരു തലം അന്ന് ചരിത്രപരമായി രൂപപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അത് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷേ മുഴുവൻ ഭാവനകളെ മുൻനിർത്തിയല്ല, മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും വിവരങ്ങളെയും ഇൻഫർമേഷൻസിനെയും മുൻനിർത്തി ചിന്തിക്കുക എന്നുള്ളത് വോൾട്ടയറിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു, ഇമ്മാനുവൽ കാന്റാണ് ജ്ഞാനോദയത്തിൻ്റെ തത്വചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വ്യക്തി. കാന്റ് ഈ ദൈവശാസ്ത്രവും അഥവാ ദൈവവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ നിരീക്ഷണങ്ങൾ നടത്തി തുടങ്ങുന്നുണ്ട്. അതായത് കാന്റ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദം മുതൽ തുടങ്ങുന്ന മനുഷ്യൻ്റെ പരമ്പര എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് രാജാവിന് അമിതാധികാരം കൊടുക്കുന്ന, എന്ന് വെച്ചാൽ ആദമിന് ദൈവം ഏദൻ തോട്ടത്തിലെ അവകാശം കൊടുത്തു. അതിന് സമാനമായ രീതിയിൽ തുടർന്ന് രാജാക്കന്മാർക്ക് അവകാശം കിട്ടിയിരിക്കുന്നു എന്നതുപോലൊരു രാജഭരണം ഒരിക്കലും ലോജിക്കലി നാം അംഗീകരിക്കേണ്ട കാര്യമില്ല. വ്യക്തി ചിന്തിക്കുകയാണ്. അതാണ് എൻലൈറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ ചിന്തിക്കുന്നു. ഈ മനുഷ്യൻ്റെ ചിന്ത എന്നത്, തോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം മുന്നോട്ട് വരുന്നു. വിശദീകരിക്കാനുണ്ട്, ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഡെസ്കാർട്ടസ് ആണ് സംശയത്തെ പ്രധാനമായും എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അത് യുക്തിചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഏത് കാര്യത്തെക്കുറിച്ചും സംശയാലുവായിരിക്കുക എന്ന് ഡെസ്കാർട്ടസ് പറയും. മുഴുവൻ കാര്യങ്ങളെയും സംശയത്തോടെ വീക്ഷിക്കുക. ആര് പറഞ്ഞാലും പറഞ്ഞ ആളുടെ അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഫാലസിക്കെതിരെ ആദ്യം സംസാരിക്കുന്നത് ഡെസ്കാർട്ടസ് ആയിരിക്കും. അതായത് അതൊരു വൈകല്യമാണ്. ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് ഒരു കാര്യം ശരിയാവണമെന്നില്ല. നിരന്തരമായ സംശയം, ചിന്തകളുടെ സംശയം എന്ന് ഡെസ്കാർട്ടസ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ശിക്ഷകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. തുടർന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായി ഈ കാര്യത്തിൽ കാണുന്നത് രണ്ട് പേരാണ്. ഒന്ന് സ്പിനോസയാണ്. ബെറൂച്ച് സ്പിനോസ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഈ അതിഭൗതിക സിദ്ധാന്തങ്ങൾ മെറ്റാഫിസിക്കൽ തിയറീസ് എന്ന് പറയുന്നത് സ്പിനോസയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അക്കാലത്ത് ലോക ചരിത്രത്തിൽ തന്നെ നാം കണ്ടുമുട്ടുന്ന തത്വചിന്തയുടെ ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹൈറ്റാണ് സ്പിനോസയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം ദൈവാസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നുണ്ട്. സ്പിനോസയുടെ കാലത്ത് തന്നെ ദൈവാസ്തിത്വം അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ദൈവത്തിന് മനുഷ്യരുടെ ദൈനംദിന വ്യവഹാരങ്ങളിലുള്ള പങ്ക് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. നിരീശ്വരത്വം എന്ന നിലയിലേക്ക് തന്നെ അദ്ദേഹം ആ വ്യവഹാരങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. ഈ ട്രാക്ടേഴ്സ് തിയോളജിക്കോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ ചില നിരീക്ഷണങ്ങളുണ്ട്. മതം നിരന്തരമായി മനുഷ്യനിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ ദിവസവുമുള്ള ജീവിതം എങ്ങനെയെന്ന് മതം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തീരുമാനിക്കുന്ന മതനിയമങ്ങളിൽ അല്ലെങ്കിലേ വ്യക്തി കുടുങ്ങി നിൽക്കുമ്പോൾ, ഓൾറെഡി മനുഷ്യൻ ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് ഭരണകൂടം കൂടി മതത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ
അതോടുകൂടി മനുഷ്യന് പിന്നെ മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവില്ല എന്ന തീർച്ച സ്പിനോസയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്ന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജോൺ ലോക്ക് എന്ന് പറയുന്നൊരു ചിന്തകനാണ്. ജോൺ ലോക്കിൻ്റെ വിമർശനങ്ങൾ, അത് പ്രധാനമായിട്ട് ഈ ബാപ്റ്റിസ്റ്റുകൾക്ക് നേരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റോബർട്ട് ഫിലിമറിനെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങൾ, ജോൺ ലോക്കിൻ്റെ വിമർശനങ്ങൾ വായിക്കേണ്ടതാണ്. ജോൺ ലോക്ക് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോൺ ലോക്ക് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും നിരീശ്വരനായിരുന്നു. തുടർന്ന് അദ്ദേഹം ദൈവാസ്തിത്വത്തോട് അടുത്തു എന്നൊക്കെ ചില വാദങ്ങളൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് വ്യക്തിപരമായൊരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറില്ല, ഐസക് ന്യൂട്ടൻ അവസാനം എന്തിനെപ്പറ്റി പഠിച്ചു എന്നത് വെച്ചിട്ടല്ല നമ്മൾ ഐസക് ന്യൂട്ടനെ വിലയിരുത്തുന്നത് എന്നതുപോലെ തന്നെ ജോൺ ലോക്കിനെയും അങ്ങനെ വിലയിരുത്തേണ്ടതില്ല. ജോൺ ലോക്ക് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മതത്തിൻ്റെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ, അധികാരികൾ, ഇവരെല്ലാവരും രാഷ്ട്രഭരണത്തിൽ നേർക്ക് നേരെ ഇടപെടുകയും രാജ്യം ഭരിക്കുന്നവരെ തീരുമാനിക്കുന്നത് മതപൗരോഹിത്യമാണ് എന്ന് വരികയും ചെയ്യുന്ന ഒരു ഘടന ഒന്നടങ്കം പൊളിച്ചെഴുതപ്പെടണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള തിയറി, എങ്ങനെയാണ് മതത്തിൻ്റെ പൗരോഹിത്യം നമ്മുടെ രാഷ്ട്രഭരണത്തെ തീരുമാനിക്കുന്നത്, അത് പൊളിച്ചെഴുതപ്പെടേണ്ടതാണ്. അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രായോഗിക പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ജോൺ ലോക്കാണ്. അതുകൊണ്ട് ജോൺ ലോക്കിനെയാണ് നമ്മൾ ലിബറലിസത്തിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു വക്താവായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ജോൺ ലോക്കിനെയാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ സ്പിനോസയുടെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോയി. ഈ ദൈവം രാജാവ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതിൻ്റെ പേരാണ് രാജാവ് എന്നതായിരുന്നു രാജഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ സങ്കല്പം. നമുക്കറിയാലോ, ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ദേവന്മാർ നേരിട്ട് അവതരിച്ചിരിക്കുന്നത് രാജാവായിട്ടല്ല, പുരോഹിതനായിട്ടാണ്. ഭൂദേവൻ എന്നാണ് ബ്രാഹ്മണൻ്റെ ഒരു പര്യായം. ഭൂമിയിലെ ദേവൻ ആരാണെന്ന് വെച്ചാൽ അത് ബ്രാഹ്മണനാണ് എന്നാണ് ഇന്ത്യക്കാർ പറഞ്ഞിരുന്നത്, പൗരോഹിത്യമാണ്. പക്ഷേ അതേസമയം യൂറോപ്പിൽ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ അവതാര പുരുഷൻ രാജാവായിരുന്നു. അതുകൊണ്ട് ദൈവരാജാധികാരങ്ങൾ തമ്മിലുള്ള ബന്ധം സമ്പൂർണ്ണമായി നിഷേധിക്കുകയാണ് ജോൺ ലോക്ക് ചെയ്യുന്നത്. ജോൺ ലോക്ക് ഒരു സമ്പൂർണ്ണ ദൈവനിഷേധിയായിട്ടല്ല അവസാനം നിൽക്കുന്നത്, പക്ഷേ അവസാനം വരെ അദ്ദേഹം ദൈവവും രാജാധികാരവും തമ്മിലുള്ള ബന്ധത്തെ നിഷേധിച്ചാണ് നിന്നിരുന്നത്. ഇനി സെക്കുലറിസത്തിലേക്കുള്ള പ്രവേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവം നമ്മൾ സ്കൂൾ മുതൽ പഠിക്കുന്ന കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്നെന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഇന്നും നമ്മൾ നിരന്തരം ഉയർത്തുകയും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയരുമ്പോൾ, ഈ മുദ്രാവാക്യം സ്വാഭാവികമായും സെക്കുലർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കും. അതായത് ഫ്രട്ടേണിറ്റി എന്ന ആശയം സാക്ഷാത്കൃതമാകണമെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്നത് ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവർ മാത്രമല്ല സഹോദരന്മാർ, മറിച്ച് ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും തമ്മിൽ പങ്കിടുന്ന സാഹോദര്യം എന്നൊരു മൂല്യമുണ്ട് എന്ന് വരണമെങ്കിൽ ആ രാജ്യം ഭരിക്കുന്നത് ഒരിക്കലും മതമായി കൂടാ. ഒരു രാജ്യം മതം ഭരിക്കുന്ന നിമിഷം ആ മതത്തിൽപ്പെട്ടതല്ലാത്ത മനുഷ്യർ ഒരിക്കലും സഹോദരന്മാരാവില്ല. അതുപോലെ തന്നെ സമത്വം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഏതെങ്കിലും ഒരു മതം ഭരിക്കുന്ന രാഷ്ട്രത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ആദ്യത്തേതായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതാനും മനുഷ്യർക്ക് മാത്രം സ്വാതന്ത്ര്യം കിട്ടുകയും ബാക്കിയുള്ള ആ മതത്തിൽ ഭരണകൂടത്തിൻ്റെ മതമല്ലാത്ത മതത്തിൽപ്പെട്ടവരെല്ലാം അസ്വതന്ത്രരായിരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യത്തിലെ 3 മൂല്യങ്ങളും സെക്കുലറിസത്തിൻ്റെ വളരെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതുകൊണ്ട് ഫ്രഞ്ച് മതേതരത്വത്തിൻ്റെ ഉദയം വളരെ സ്വാഭാവികമായിരുന്നു. ഫ്രഞ്ച് മതേതരത്വം എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായി തന്നെ സാധാരണ ഹിസ്റ്ററിയിലും ഒക്കെ പഠിക്കുന്നൊരു കാര്യമാണ്. ലൈസിറ്റെ എന്ന് പറയുന്ന, അതിൽ കാണുന്നൊരു പള്ളിയുടെ കവാടം നിങ്ങൾ കണ്ടു കാണും. ഈ പള്ളിയുടെ കവാടത്തിൽ ഈ 1980-കളിലാണ് ഈ ബോർഡ്, ലൈസിറ്റെ ബോർഡ് പുനഃസ്ഥാപിക്കുന്നത്. ലൈസിറ്റെ എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രഞ്ച് മതേതരത്വത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണത്തെ അവർ പറയുന്ന പേരാണ്. അത് ഭരണകൂടവും മതവും തമ്മിലുള്ള ബന്ധത്തെ സമ്പൂർണ്ണമായി വിച്ഛേദിക്കുക എന്നതായിരുന്നു ലൈസിറ്റെ എന്ന് പറയുന്ന നയം. അതായത് മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ മാത്രം വിഷയമാണ് മതം. പൊതുമണ്ഡലം പൂർണ്ണമായും മതമുക്തമായിരിക്കണം. പൊതുമണ്ഡലത്തിലെ ഒരുതരം വ്യവഹാരങ്ങളിലും മതം ഇടപെട്ടുകൂടാ. അതായത് ഭരണകൂടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മതത്തിൻ്റെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ച് തിരഞ്ഞെടുത്തുകൂടാ. ഭരണകൂടത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഏതെങ്കിലും നിലയ്ക്ക് മതത്തിന് അനുകൂലമായി പ്രവർത്തിച്ചുകൂടാ. അങ്ങനെ വളരെ കർശനമായ നിലയ്ക്ക് ഫ്രാൻസിൽ സെക്കുലറിസത്തെ പറ്റിയിട്ടുള്ള
ഒരു അഭിപ്രായ രൂപീകരണം നടക്കുന്നുണ്ട്. അത് ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നാം വകുപ്പ് തന്നെ 1905 എഴുതി ചേർക്കപ്പെടുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട വാക്കായിട്ട് സെക്കുലർ എന്നാണ്. അത് ആദ്യം പ്രവേശിക്കുന്നത് ഫ്രാൻസിലാണ്. ആ അർത്ഥത്തിൽ സെക്കുലർ സ്റ്റേറ്റ് ആയിരിക്കുക എന്നതാണ് ഫ്രഞ്ച് പൗരനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ക്വാളിറ്റി എന്ന നിലയ്ക്ക് നിർവചിക്കുന്ന രാഷ്ട്രം സ്വാഭാവികമായിട്ടും ഫ്രാൻസ് ആയിരുന്നു. രണ്ടാമതൊന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാറുള്ളത് അമേരിക്കൻ മതേതരത്വമാണ്. അമേരിക്കൻ മതേതരത്വത്തിന് ഫ്രഞ്ച് മതേതരത്വ സെക്കുലർ സങ്കല്പവുമായിട്ട് ചില വ്യത്യാസങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒന്നാം ഭരണഘടന നമുക്കറിയാലോ, അമേരിക്കയിലെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഭരണഘടനയാണ്. ഓരോ സ്റ്റേറ്റിനും വളരെ വ്യത്യസ്തമായ ഭരണഘടനകളുള്ള, എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര ഭരണഘടനയ്ക്ക് പുറമെ മറ്റനേകം നിയമങ്ങളുള്ള ഒരു രാഷ്ട്രമാണ്. അമേരിക്കയുടെ ഒരു ഫെഡറൽ സിസ്റ്റം വളരെ വ്യത്യസ്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒന്നാം ഭരണഘടനയുടെ ഭേദഗതിയിൽ പിന്നീട് സെക്കുലർ എന്ന ഭാഗം ഉൾപ്പെടുത്തപ്പെടുന്നത് അമേരിക്കൻ സെക്കുലറിസത്തെ പറ്റിയിട്ടുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നാണ്. അതായത് ഫ്രഞ്ച് സെക്കുലറിസം പ്രധാനമായിട്ടും സ്വകാര്യ ജീവിതത്തെയും പൊതുമണ്ഡലത്തെയും രണ്ടാക്കുന്നതിലാണ് ശ്രദ്ധിച്ചത്. എന്നാൽ അമേരിക്കൻ സെക്കുലറിസം ആദ്യഘട്ടം മുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മതത്തിൻ്റെ അധികാരം, മതം അധികാര വ്യവസ്ഥയായി നിൽക്കുന്ന പൗരോഹിത്യം, കത്തോലിക്ക സഭ തുടങ്ങിയവയും ആ രാഷ്ട്രം ഭരിക്കുന്നവരുടെയും ഇടയിൽ ഒരു വലിയ വിടവുണ്ടാക്കുക. ഇതാണ് പ്രധാനം. അതായത് മനുഷ്യൻ്റെ വ്യക്തിജീവിതം മതബദ്ധമാണെങ്കിൽ ആ വ്യക്തിജീവിതം സ്വകാര്യ ജീവിതമാണെന്നും അതിന് പുറത്തുള്ള പൊതുമണ്ഡലത്തിലേക്ക് വ്യക്തിജീവിതത്തിൻ്റെ സ്വകാര്യത ബാധിക്കരുത് എന്നുമുള്ള ഫ്രഞ്ച് സെക്കുലറിസത്തിൻ്റെ മൂല്യത്തെ അതേപടി ഒരിക്കലും അമേരിക്കൻ സെക്കുലറിസം എടുത്തിട്ടില്ല. എന്നാൽ അമേരിക്കൻ സെക്കുലറിസത്തിന് ഇത് വളരെ പ്രധാനമാണ്. സഭ, പൗരോഹിത്യം നേരിട്ട് രാജ്യഭരണത്തിൽ ഇടപെട്ടുകൂടാ. തോമസ് ജെഫേഴ്സൻ്റെ വളരെ പ്രസിദ്ധമായ ജെഫേഴ്സൻ്റെ ബാപ്റ്റിസ്റ്റുകൾക്കുള്ളൊരു കത്തുണ്ട്. അതിനകത്താണ് വളരെ പ്രസിദ്ധമായ ഒരു വാചകം ഉള്ളത്. ഒരിക്കലും എടുത്തു നീക്കാൻ പറ്റാത്ത ഒരു മതിൽ ഈ മതവും രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെയും ഇടയിൽ അത്തരത്തിലുള്ളൊരു വലിയ വോൾ, ഒരു മതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ മതിൽ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് ജെഫേഴ്സൺ വ്യക്തമാക്കുന്നുണ്ട്. ഈ ജെഫേഴ്സൻ്റെ സെക്കുലർ വാൾ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും സെക്കുലറിസത്തെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ടും ഒക്കെ സാധാരണ പറയുന്ന ഒന്നാണ്. ആ ജെഫേഴ്സൻ്റെ കത്താണ് ഞാൻ അതിനോടൊപ്പം കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഞാൻ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതിവിശദമായ ഒരു വിഷയമാണ്. നമുക്കിതിപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു കടൽ പോലെ ഓരോന്നും സംസാരിക്കാവുന്ന എൻലൈറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഫ്രഞ്ച് വിപ്ലവം ആയിക്കോട്ടെ, അതിനുള്ള സമയം നമുക്കില്ല. നേരിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ ദേശീയത. ഞാൻ നേരത്തെ പറഞ്ഞ ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ തിയറി ആവട്ടെ, അല്ലെങ്കിൽ എറിക് ഹോബ്സ്ബോമിൻ്റെ തിയറി ആവട്ടെ, മറ്റ് പലരുടെയും തിയറികളാവട്ടെ, ഇവയൊക്കെ പ്രധാനമായും രൂപീകരിക്കപ്പെട്ടത് യൂറോപ്യൻ ദേശീയതയുടെ ഒരു ചട്ടക്കൂടിലാണ്. എന്നാൽ ഈ യൂറോപ്യൻ ദേശീയതയുടെ ചട്ടക്കൂടിൽ രൂപീകരിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങൾ അതേപടി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ കൊളോണിയൽ ഭരണം നിലനിന്നിരുന്ന, തുടർന്ന് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മുക്തമാക്കപ്പെട്ട രാഷ്ട്രങ്ങൾ മിക്കവാറും എല്ലാതും. അതിൽ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു ഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അതിനുള്ള പ്രധാന കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇന്ത്യയുടെ നാനാത്വം എന്ന പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ്. ഇന്ത്യൻ ദേശീയതയെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഈ 2 ചിത്രമല്ല, നമ്മുടെ ഗവർണർ അവിടെ വെച്ചിട്ട് എല്ലാവരും ഇതിൻ്റെ അവിടെ വന്നിട്ട് തൊട്ടു തൊഴണം എന്ന് പറഞ്ഞത്. അദ്ദേഹം വേറൊരു ഭാരതമാതാവിനെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് രണ്ടും 2 പ്രസിദ്ധമായ ഭാരതമാതാ ചിത്രങ്ങളാണ്. ആദ്യത്തെ ചിത്രം അബനീന്ദ്രനാഥ ടാഗോർ വരച്ചിരിക്കുന്ന ചിത്രമാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഭാരത്മാതാ ചിത്രമാണ്. ആദ്യഘട്ടത്തിൽ ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലുണ്ടായതിനു ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1904-ലോ 5-ലോ വരയ്ക്കപ്പെടുന്ന ചിത്രമാണ് അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരത്മാതാ എന്ന് പറയുന്ന പെയിൻറ്റിങ്. ആ പെയിൻറ്റിങ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു സന്യാസിനിയാണ് ഭാരത് മാതാവ്. 4 കൈകളാണുള്ളത്. ആ രീതിയിലുള്ളൊരു ഭാരതമാതാവാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇപ്പുറത്ത് മറ്റൊരു ഭാരതമാതാവുണ്ട്. ആ ഭാരതമാതാവ് അമൃത ഷെർഗിൾ എന്ന് പറയുന്ന ഇന്ത്യൻ ചിത്രകലയിലെ എക്കാലത്തെയും വലിയ ഒരു പ്രതിഭ വരച്ച ചിത്രമാണ്. അമൃത ഷെർഗിളിന് ഭാരതമാതാവായി തോന്നിയത് ഇങ്ങനെ നിസ്സഹായമായ കണ്ണുകളും കറുത്ത ശരീരവും രക്തശൂന്യമായ വിളറിയ മുഖങ്ങളുള്ള 2 കുട്ടികളും ഒക്കെയുള്ള ഒരു ഭാരതമാതാവാണ്. ഇതാണ് ഇന്ത്യയുടെ ഭാരതമാതാവ് എന്നാണ് അമൃത ഷെർഗിൾ ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ കരുതാറുള്ളത്, ഏതെങ്കിലും ഒരു ചിത്രത്തെ ഭാരത് മാതാവ് എന്ന നിലയ്ക്ക് കാണണം, അങ്ങനെ കണ്ടോളണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചിത്രമാണ് കുറേ കൂടി
ഭാരത് മാതാവായി കാണാൻ ഇന്നും ആപ്റ്റ് എന്നാണ്. ഈ ഈ ഒരു ദൂരമുണ്ടല്ലോ, ആദ്യം കാണുന്ന അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരത് മാതാവും അപ്പുറത്ത് കാണുന്ന അമൃത ഷെർഗിളിൻ്റെ ഭാരത് മാതാവും തമ്മിലുള്ള ദൂരം, ഈ ദൂരത്തിനകത്തെ മുഴുവൻ വ്യത്യസ്തതകളും ഇന്ത്യൻ ദേശീയതയ്ക്കുമുണ്ട്. ഇന്ത്യൻ ദേശീയതയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു പാഠമല്ല, നിരവധി പാഠങ്ങളുണ്ട്. അത് മുഴുവനായി വിശദമായി പരിചയപ്പെടാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. മറ്റെപ്പോഴെങ്കിലും ഒരിക്കലും ഇന്ത്യൻ ദേശീയത പാഠങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ സംസാരിക്കാം. ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് ആ കാര്യം ഒന്ന് പറഞ്ഞു പോവുക മാത്രം ചെയ്യുന്നു. ഇന്ത്യൻ ദേശരാഷ്ട്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നിരവധി വായനകൾ, നിരവധി തിയറികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ ചരിത്രം ആദ്യം പ്രധാനമായും രചിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, നമ്മളല്ല. നമുക്ക് ആ തരത്തിൽ ഹിസ്റ്ററി എഴുതുക, അതായത് സയൻറ്റിഫിക് ഹിസ്റ്ററി എഴുതുക എന്ന് പറയുന്നൊരു പരിപാടി തന്നെ നമുക്കുണ്ടായിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം ഉണ്ടായതാണ്. അപ്പോൾ അവർ പ്രധാനമായും എഴുതിയത്, ആദ്യഘട്ടത്തിൽ എഴുതിയ മുഴുവൻ ആളുകളും എഴുതിയത് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, ദാറ്റ് മീൻസ് ബ്രിട്ടീഷുകാരാണ് എന്ന നിലയ്ക്കാണ്. ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രം ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. അതിനു മുമ്പ് ഇന്ത്യ എന്നൊരു രാഷ്ട്രമില്ല. ജെയിംസ് മില്ലിൻ്റെ വളരെ പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, പാമ്പാട്ടികളുടെയും മന്ത്രവാദികളുടെയും ഇന്ത്യ. ഇന്ത്യയിൽ വരുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് അത്രയും അപരിഷ്കൃതരായ കുറേ മനുഷ്യരെ മാത്രമാണ്. നമ്മളിവിടെ റെയിൽവേ കൊണ്ടുവന്നു, പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു, ഗതാഗത സൗകര്യങ്ങൾ കൊണ്ടുവന്നു, വിദ്യാഭ്യാസം കൊണ്ടുവന്നു, എക്സെട്ര എക്സെട്ര. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൊണ്ടുവരുന്നത് വഴി ക്രമേണ ഇന്ത്യ എന്നൊരു ദേശരാഷ്ട്രത്തെ നമ്മൾ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആ തിയറി. അതിനെയാണ് നമ്മൾ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു ധാരയാണ് നിയോ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിൻ്റെ നിയോ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് നാഷണലിസം എന്ന് പറയുന്നൊരു സങ്കല്പം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേംബ്രിഡ്ജ് സ്കൂളിൻ്റെ വാദത്തെ അവർ അംഗീകരിക്കുന്നു, അതായത് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, അതായത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. പക്ഷേ കേംബ്രിഡ്ജ് സ്കൂളുകാർ പറയുന്ന ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യക്കാർ എന്ന് പറയുന്നത് അങ്ങേയറ്റം അപരിഷ്കൃതരാണ്, ഒന്നും ഒരറിവുമില്ലാത്തവരാണ് എന്നതിനെ നിയോ കേംബ്രിഡ്ജ് സ്കൂൾ അംഗീകരിക്കുന്നില്ല. നിയോ കേംബ്രിഡ്ജ് സ്കൂൾ പറയുന്നത് പണ്ട് തന്നെ ഏതോ വലിയ ഒരു മഹാജ്ഞാന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഇന്ത്യക്കാർ എന്നാണ്. അതിപ്പോൾ വാദിക്കുന്ന ഇപ്പോഴത്തെ മഹാന്മാരുണ്ടല്ലോ, അവരുടെ വാദത്തിൻ്റെ ഒരു പ്രാചീന രൂപമാണ് നിയോ കേംബ്രിഡ്ജ് സ്കൂളിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ആർഷഭാരത പാരമ്പര്യം, അതുപോലെ ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ നേടുന്ന അത്യന്തം നിഗൂഢമായ ഒരുപാട് അറിവുകളുടെ ഒരു വലിയ കേദാരമാണ്, ഒരു അക്ഷയഖനിയാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പരിപാടി. മാക്സ് മുള്ളറിനെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെല്ലാവരും അതങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മഹാപാരമ്പര്യം ഇന്ത്യയിലുണ്ട്. ഒരിക്കലും പാശ്ചാത്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മഹാജ്ഞാനങ്ങളുടെ ഒരു പാരമ്പര്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് കൈമോശം വന്നു പോയൊരു സമയത്താണ് നമ്മളിവിടെ വരുന്നത്. പിന്നെ ഈ ആധുനിക രാഷ്ട്രം ഉണ്ടാക്കിയത്. ഓക്കെ, അത് മുൻ തലമുറ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് പറയുന്നതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ട് വളരെ ചെറിയൊരു തിരുത്താണ്. മറ്റൊന്ന് മുഖ്യധാരാ ദേശീയത അഥവാ ടെക്സ്റ്റ് ബുക്ക് നാഷണലിസം എന്ന് പറയുന്നതാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുന്നത് മുതൽ ഓൾമോസ്റ്റ് ഒരു PG ഹിസ്റ്ററി പഠിക്കുന്നത് വരെയുള്ള കാലത്ത് പഠിക്കുന്ന ഹിസ്റ്ററിയുടെ പാഠമാണ് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നാഷണലിസം. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഗാന്ധി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ എക്സെട്ര, കുറച്ച് ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് പറയാം, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ഇവരെല്ലാവരും കൂടി സമരം നടത്തി, ബാക്കി ഇന്ത്യക്കാരൊക്കെ അതിൻ്റെ പിന്നാലെ ജാഥയായിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാരെത്തി. അങ്ങനെ ഇന്ത്യക്ക് അവരെല്ലാവരും ചേർന്ന് സ്വാതന്ത്ര്യം വാങ്ങി തന്നു. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ, അല്ല അർദ്ധരാത്രിയിൽ, അങ്ങനെയാണല്ലോ ഇന്ത്യ സ്വതന്ത്രമായി. അതാണ് നമുക്ക് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ചിത്രം. പൊതുവേ നമ്മുടെ സ്കൂളിൽ മുതൽ നമ്മൾ കോളേജ് വരെയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ എന്തോ ഒരു ദണ്ഡി യാത്ര, ഞാൻ കുട്ടിക്കാലത്തൊക്കെ വിചാരിച്ചിരുന്നത് ദണ്ഡി യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയപ്പോഴാവും 47 ആയതെന്നാണ്. പെട്ടെന്ന് എന്തോ ഒരു ദിവസം സംഭവിച്ച ഒരു കാര്യം പോലെയാണ് നമുക്ക് തോന്നുക. സോ ടെക്സ്റ്റ് ബുക്ക് നാഷണലിസത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. അഥവാ കുറച്ചുകൂടി ഗൗരവമായി പറഞ്ഞാൽ, ഈ കൊളോണിയൽ വിരുദ്ധ സമര പോരാട്ടങ്ങൾ, മുഖ്യധാരാ കൊളോണിയൽ വിരുദ്ധ സമര പോരാട്ടങ്ങളാണ് ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് കാരണമായത്. ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സങ്കല്പനങ്ങൾ നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണ്. അത് സാരേ ജഹാം സെ അച്ഛ എന്നുള്ളത് ഭാഷയിൽ അവിടെ പാടണം, പാരുക്കുള്ള നല്ല നാട് എന്നുള്ള ഭാഷയിൽ തമിഴ്നാട്ടിൽ പാടണം, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കേരളത്തിൽ പാടണം. അങ്ങനെ പല ഭാഷയിൽ, പല ദേശത്തിൽ, പല വേഷത്തിൽ, പല പല ഭാഷയിൽ നമ്മൾ കഥിപ്പൂ അങ്ങനെ പറഞ്ഞും പാടിയും ഒക്കെ കെട്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇന്നും സ്ഥിരം നമ്മുടെ പ്രഭാഷണങ്ങളിൽ കേൾക്കുന്ന ഒരു നരേഷനാണ് ഇത്. നരേഷൻ പൂർണ്ണമായിട്ട് തെറ്റല്ല, ഒരിക്കലുമല്ല, തീർച്ചയായിട്ടും അങ്ങനെ കൂടിയാണ് ഇന്ത്യ ഉണ്ടായത്. എന്നാൽ ഇതല്ലാത്ത മറ്റൊരുപാട് ദേശീയതാ പാഠങ്ങളുണ്ട്. ഒന്ന് സാമൂഹിക സമരങ്ങളുടെ ദേശീയതാ പാഠം എന്ന് പറയുന്നതാണ്, സോഷ്യൽ റെവല്യൂഷൻസ്. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്വാതന്ത്ര്യ സമരം ഒരു അധ്യായമായിരിക്കും, പിന്നെ വേറൊരു അധ്യായമായിട്ട് ഈ നവോത്ഥാനം എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവും, സാമൂഹ്യ വിപ്ലവങ്ങൾ.
അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെടും, ഗാന്ധി, നെഹ്റു, പട്ടേൽ എക്സെട്ര, അങ്ങനെ കുറേ പേരെ. അപ്പുറത്ത് നമ്മൾ വേറെ കുറേ പേരെ പരിചയപ്പെടും. അവിടെ BR അംബേദ്കർ, ജ്യോതിറാവ് ഫൂലെ, അതൊക്കെ ചിലപ്പോൾ ഫൂലെയൊക്കെ പരിചയപ്പെട്ടാലായി. വേറെ നമുക്ക് കേരളത്തിലാവുമ്പോൾ നാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ, VT ഭട്ടതിരിപ്പാട് എന്നൊക്കെ നമ്മൾ പരിചയപ്പെടും. ഇത് പെട്ടെന്ന് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു രീതി കണ്ടാൽ ഇത് രണ്ടും രണ്ട് ഭൂഖണ്ഡത്തിൽ നടന്ന കാര്യങ്ങളുടെ പോലെയാണ് തോന്നുക. ഇത് രണ്ടും ഒരേ സമയത്ത്, ഒരേ കാലത്ത്, ഒരേ സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണ്. ഇതിൽ പങ്കെടുത്ത മനുഷ്യരൊക്കെ പരസ്പരം കാണുകയും സംസാരിക്കുകയും തർക്കിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ്. അപ്പം ഈ നരേഷൻസ് ഇത് യഥാർത്ഥത്തിൽ സാമൂഹ്യ സമരങ്ങളുടെ ദേശീയതാ പാഠം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന ദേശം യഥാർത്ഥത്തിൽ ജാതിബദ്ധമായി നിലനിന്നിരുന്ന മനുഷ്യൻ എന്ന ഒരു മാനവികത, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്താത്ത ഒരു നിലയിലാണ് ഇന്ത്യക്കാർ നിന്നിരുന്നത്. ഇന്ത്യയിൽ നടന്ന നിരവധി സാമൂഹ്യ സമരങ്ങളുടെ ആകത്തുക കൂടിയാണ് ഇന്ത്യയെ നിർമ്മിച്ചെടുത്തത്. അതുകൊണ്ട് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ നാരായണ ഗുരുവിനും പങ്കുണ്ട്, പെരിയോർക്കും EV രാമസ്വാമി നായ്ക്കർക്കും പങ്കുണ്ട്, ജ്യോതിറാവ് ഫൂലെനും പങ്കുണ്ട്. ആ അർത്ഥത്തിൽ അവരെല്ലാവരും പങ്കെടുക്കുന്ന ഒന്നാണ്, അംബേദ്കർ എല്ലാം പങ്കെടുക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രധാന പാഠം. ഞാൻ പല നരേഷൻസ് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊന്ന് മാർക്സിസ്റ്റ് ദേശീയതാ പാഠമാണ്. അത് ഞാൻ വിശദമായി വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ എന്നാണ് സഖാവ് EMS നമ്പൂതിരിപ്പാട് അതിനെ വിശദീകരിക്കുന്ന. ഫ്യൂഡൽ ഒരു കോംറഡോർ, നമുക്കറിയാലോ, ബൂർഷ്വാസിയും ഇന്ത്യൻ ബൂർഷ്വാസിയും ജന്മിത്വവും തമ്മിൽ കണ്ണു ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബൂർഷ്വാസിയുടെ കങ്കാണിപ്പണിയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ വലതുപക്ഷം എടുക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു തൊഴിലാളി വർഗ സമരം രൂപപ്പെട്ടു വരണം എന്നതായിരുന്നു മാർക്സിസ്റ്റ് ദേശീയതാ പാഠത്തിൻ്റെ അടിസ്ഥാനം. ഇത് പക്ഷേ ഇന്ത്യയിൽ മാത്രം ഉണ്ടാവുന്നതല്ല. നാഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് ലിറ്ററേച്ചറിലെ ഒരു പ്രധാനപ്പെട്ട പീസാണ്. സ്റ്റാലിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന, ലെനിൻ്റെ ഘട്ടം മുതൽ ഡെവലപ്പ് ചെയ്യുന്ന, MN റോയ് ലെനിൻ സംവാദമൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാലിൻ പിന്നീട് അതിവിശദമായി നാഷണൽ ക്വസ്റ്റ്യനെ കൈകാര്യം ചെയ്യുന്നു. അതൊരു വലിയ ഭാഗമാണ്. നാഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴമേറിയതും പ്രധാനപ്പെട്ടതുമായൊരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെപ്പറ്റി വളരെ വ്യത്യസ്തമായ മറ്റൊരു സങ്കല്പനം മാർക്സിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വേറൊന്ന് സബാൾട്ടേൺ ദേശീയത എന്ന് വിശേഷിപ്പിക്കാവുന്ന, സബാൾട്ടേൺ എന്നതിന് കീഴാളം എന്നൊരു പരിഭാഷ പൊതുവെ കാണാറുണ്ട്. അതിനോട് ചില സംശയങ്ങൾ എനിക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഈ കീഴാളം എന്ന വാക്കങ്ങനെ എടുക്കുന്നില്ല, സബാൾട്ടേൺ എന്ന് തന്നെ എടുക്കുന്നു എന്ന് മാത്രം. എന്ന് വെച്ചാൽ G. അലോഷ്യസ് അല്ലെങ്കിൽ പാർത്ഥ ചാറ്റർജി, ജ്ഞാനേന്ദ്ര പാണ്ഡെ, അങ്ങനെയൊക്കെയുള്ള നിരവധി ആളുകൾ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശരാഷ്ട്രം എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഈ മുൻപ് പറഞ്ഞ വ്യവഹാരങ്ങളെല്ലാം തന്നെ ഈ ഇൻഡിജീനിയസ് എലീറ്റ്സും വെസ്റ്റേൺ എലീറ്റ്സും തമ്മിലുള്ള ഒരു മോണോലോഗാണ്, അവരുടെ ആത്മകഥങ്ങളാണ്. നമ്മുടെ അകത്തുള്ള എലീറ്റുകളും പുറത്തുള്ള എലീറ്റുകളും തമ്മിലുള്ള ചില വർത്തമാനങ്ങളും പരിപാടിയൊക്കെയാണ്. ഈ ഇവിടെയുള്ള മേൽത്തട്ടിൽ നിൽക്കുന്നവർ, അവിടെയുള്ള മേൽത്തട്ടിൽ നിൽക്കുന്നവർ, അതിനകത്ത് ഈ ഇന്ത്യയിലെമ്പാടും കിടക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഈ അധകൃത സമൂഹം എന്ന് വ്യവഹരിക്കപ്പെടുന്ന ദളിത് സമൂഹത്തിൻ്റെ വ്യവഹാരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ദേശീയതാ പാഠങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും, അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ യഥാർത്ഥത്തിലുള്ള ഒരു കണ്ടന്റിനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ അതിന് ഒരു കീഴാള പാഠം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ടെന്നുള്ള നിലയ്ക്കാണ് അത് ശക്തിപ്പെട്ടു വരുന്നത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും കുറച്ചുകൂടി പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശക്തമായി അത്തരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് വരുന്നത്. ഇന്നും അത് ഏറെ ഡിബേറ്റുകൾ നടക്കുന്ന ഒരു ദേശീയതാ പാഠമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇന്ത്യൻ ദേശീയതാ പാഠം ഒന്നല്ല, പലതാണ്. ഇതിൻ്റെ എല്ലാ അവസാനത്തെ ഒരു സാധനം അവിടെ എഴുതിയത് നിങ്ങൾ കണ്ടു കാണും. അത് സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതാണ്, കൾച്ചറൽ നാഷണലിസം. ഈ മുൻപ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ദേശീയതാ പാഠങ്ങൾക്കും നമുക്ക് യോജിക്കാം, വിയോജിക്കാം, അതിനോട് കണ്ടന്റിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു തിയറട്ടിക്കലായിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാവും, ഒരു സൈദ്ധാന്തികമായ ചട്ടക്കൂടുണ്ട്. മാർക്സിസ്റ്റുകൾ വാദിക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. സബാൾട്ടൻ ഗ്രൂപ്പ് വാദിക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാവും. ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന ഇടപാടിന് അങ്ങനെ ഒരു ഫ്രെയിം വർക്കേ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ് എന്നൊക്കെ പറയും, ഒരു ഫീലിംഗ് ആണ്. സാംസ്കാരിക ദേശീയതയാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ദേശീയതാ പാഠം. പ്രധാനമായും രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ദേശീയതാ പാഠം അതാണ്. അതൊരു ഫീലിംഗ് ആണ്. 5000 കൊല്ലം മുമ്പ് മുതലേ തന്നെ ഞങ്ങളുടെ രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. 2000 ചില്ലാനം കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഒരു ദൈവം ഇവിടെ ജനിച്ചിരുന്നു. ഞങ്ങളുടെ ദൈവം ജനിച്ചത് കൃത്യമായിട്ടും ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ആ പള്ളി പൊളിച്ച് അവിടെ അമ്പലം കെട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ ദൈവത്തിന് സമാധാനമാകൂ. അതാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയാവട്ടെ, ഇന്ത്യയിലെ മനുഷ്യരുടെ പട്ടിണിയാവട്ടെ, ഇന്ത്യയിലെ മറ്റെന്തെങ്കിലും പ്രശ്നമാവട്ടെ, അതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ്. ഈ രാജ്യത്തിലെ പ്രശ്നം ദൈവങ്ങളുടെ പ്രശ്നമാണ്. ഇങ്ങനെ തുടങ്ങി
ഫീലിങ്ങുകളുടെയും തോന്നലുകളുടെയും മുകളിലാണ് ഈ സാംസ്കാരിക ദേശീയത എന്നുള്ള കാര്യം നിൽക്കുന്നത്. അതല്ലാതെ അതൊരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലല്ല. അതുകൊണ്ട് തന്നെ അതിനെ എപ്പോൾ വേണമെങ്കിൽ ഗോൾ പോസ്റ്റ് മാറ്റാം. നമ്മൾ പറയില്ലേ, നമുക്കൊരു കാര്യത്തിനോട് വാദിക്കണമെന്നുണ്ടെങ്കിൽ ഗോൾ പോസ്റ്റ് സ്ഥിരമായിരിക്കണം, അപ്പോഴേ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. ഈ വെർബൽ റബ്ബിഷ് കൊണ്ട് ഒരു ദേശീയതാ പാഠത്തെ നിർമ്മിച്ചെടുക്കുമ്പോൾ, അതായത് വാചകമടിയുടെ ചപ്പുചവറ് കൊണ്ട് ഒരു ദേശീയതാ പാഠത്തെ നിർമ്മിച്ചെടുക്കുന്നു, എൻ്റെ ഒരു വാചകമല്ല, പ്രഭാത് പട്നായിക് പറഞ്ഞൊരു വാചകമാണ്. അങ്ങനെ ഒരു ദേശീയതാ പാഠത്തെ നിർമ്മിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് സ്ഥിരമായിട്ട് ഗോൾ പോസ്റ്റ് മാറ്റും. എന്താണ് ആർഷഭാരത സംസ്കാരം? അത് മറ്റേ ഇന്ത്യയുടെ മഹത്തായ പൈതൃകം. എന്താണ് പൈതൃകം? അപ്പോൾ അത് വേറെ എന്തെങ്കിലും പറയും. ഇങ്ങനെ വാചകങ്ങളാണ്, അതല്ലാതെ ഒരു ലോജിക്കല്ല പറയുന്നത്. ഓൺലി സെൻറ്റൻസ്, ഓരോ വെർബൽ റബ്ബിഷാണ് സംസാരിക്കുന്നത്. സോ സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരം ഒരു ഫീലിംഗ് ആണെന്ന് പറഞ്ഞു നിർത്തുകയാണ്. തുടർന്ന് ബാക്കിയുള്ളതിലേക്ക് കടക്കുകയാണ്. മതേതരത്വവും ഇതുപോലെ തന്നെ ഈ സെക്കുലർ എന്ന് പറയുന്ന സങ്കല്പവും ഇന്ത്യൻ ദേശീയതയുടെ ബഹുത്വം പോലെ തന്നെ ഒരുപാട് തരം വിയോജിപ്പുകളും ബഹുത്വവും ഉള്ളൊരു കാര്യമാണ്. വിയോജിപ്പ് പ്രധാനമായിട്ടും ഉയർന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ എന്നാണ്. അവരന്നും ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് പാശ്ചാത്യമാണെന്നാണ്. അതായത് മതേതരം എന്ന കൺസെപ്റ്റ് ഉണ്ടായത് പുറത്താണ്. പുറത്തുണ്ടായ ഒന്നും നമ്മൾ അംഗീകരിച്ചുകൂടാ. അങ്ങനെയാണല്ലോ, പുറത്തുണ്ടായതൊക്കെ, ഇന്ത്യക്ക് പുറത്തുണ്ടായതിനെ ഒന്നും നമ്മൾ അംഗീകരിച്ചുകൂടാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഞാൻ അതിനോടൊപ്പം പറയട്ടെ, ആ സമയത്ത് ഈ ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയ മാനം ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ മാനത്തെ മുൻനിർത്തി പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടുപോയതിനു ശേഷവും, ഇന്ത്യ സ്വതന്ത്ര രാജ്യമായതിനു ശേഷവും, ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയിലുള്ള അറിവുകളെ നമ്മൾ പാശ്ചാത്യമായ അറിവുകളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നിന്ന് മൈക്കിൽ സംസാരിക്കില്ല, നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ലൈറ്റിൽ നമ്മൾ പ്രകാശം കാണില്ല, നമ്മളിതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇത് അങ്ങേയറ്റം അസംബന്ധ ജടിലമായ ഒരു വാദമാണെന്ന് പ്രൈമാഫീസിയ എന്താ പറയുക, നമ്മുടെ പ്രാഥമിക ബോധം വെച്ച് തന്നെ നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ബാലഗംഗാധര തിലകനൊക്കെ സതി നിർത്തലാക്കുന്നതിനെതിരെ വരെ സംസാരിച്ചു. സത്യത്തിൽ ബാലഗംഗാധര തിലകൻ്റെ മറ്റു പല ലേഖനവും വായിച്ചാൽ ബാലഗംഗാധര തിലകൻ എന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇത് പറയാൻ ബ്രിട്ടീഷുകാർ ആരാണ് എന്നതായിരുന്നു അന്നത്തെ ചോദ്യം. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇത് പറയാൻ നിങ്ങളാര്, ഞങ്ങളുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ, ഞങ്ങളുടെ ആചാരങ്ങളെപ്പറ്റി സംസാരിക്കാൻ നിങ്ങളാര്. ഞാൻ ആ ക്വസ്റ്റ്യനെയും യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും അതിനകത്ത് അതിൻ്റേതായ ഒരു ന്യായമുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധം എന്ന ന്യായം. എന്നാൽ ഇപ്പോൾ ഉന്നയിക്കുന്ന പാശ്ചാത്യം എന്ന വാദത്തിന് വാസ്തവത്തിൽ ഒരർത്ഥവും ഇല്ല, അങ്ങേയറ്റം അസംബന്ധമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സങ്കല്പത്തിലെ വ്യത്യാസം യൂറോപ്യൻ ഇന്ത്യൻ വ്യത്യസ്തതയാണ്. യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് മതേതരത്വത്തിൻ്റെ ഒരു ഘടനയിൽ ഒരിക്കലും ഇന്ത്യയിൽ മതേതരത്വത്തെ നിർമ്മിക്കാൻ കഴിയില്ല. അത് ശരിയാണ്. കാരണം ഫ്രാൻസിൻ്റെ സാമൂഹ്യ സ്ഥിതിയല്ല ഇന്ത്യയുടേത്. ഇന്ത്യയിലെ ബഹുത്വം, ഇന്ത്യയിലെ നാനാത്വം ഇന്ത്യയുടെ മതേതരത്വത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതുകൊണ്ട് മതേതരത്വം എന്നതിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പനത്തെ തന്നെ ബൈപ്പാസ് ചെയ്യുക എന്നൊരർത്ഥമില്ല. എന്ന് വെച്ചാൽ ഭരണകൂടവും മതവും തമ്മിലുള്ള വ്യവഹാരങ്ങൾ പൂർണ്ണമായും വേറിട്ട് കാണുക. ഭരണകൂടത്തെ ജനങ്ങളെ ഭരിക്കാനുള്ള കാര്യമായിട്ടും മതം മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിലെ കാര്യമായിട്ടും കാണുക എന്ന അടിസ്ഥാന സങ്കല്പത്തെ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്തത കൊണ്ട് നമ്മൾ മാറ്റണം. മറിച്ച് ഇന്ത്യയിൽ മതവും ഭരണകൂടത്തിൽ പരിഗണിക്കണം എന്ന് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു വലിയ പ്രശ്നമായി മാറുന്നത്. അതിൻ്റെ ഭാഗമാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ നാനാത്വ സവിശേഷത. ഇന്ത്യയിലെ നാനാത്വം എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് സോഷ്യോളജിസ്റ്റുകൾ പറയാറുള്ളൊരു കാര്യം, ലോകത്തെമ്പാടുമുള്ള മറ്റ് ദേശരാഷ്ട്രങ്ങളിലെല്ലാം പരിഗണിച്ചാൽ ഏതാണ്ട് ഒരു 30-40 രാജ്യങ്ങളുടെ വ്യത്യസ്തതകളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ ആ 40 രാജ്യങ്ങളുടെ വ്യത്യസ്തതയും ഇന്ത്യ എന്ന ഒറ്റ രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്തതയും ഏതാണ്ട് ഒരേപോലെ നിൽക്കും, സന്തുലനത്തിൽ നിൽക്കും. അതായത് അത്രമാത്രം വിശ്വാസത്തിൻ്റെ വ്യത്യസ്തതയും ആചാരത്തിൻ്റെ വ്യത്യസ്തതയും മാത്രമല്ലല്ലോ, മനുഷ്യർ, ഭൂപ്രകൃതി, മനുഷ്യരുടെ ശരീരം, പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ, എല്ലാ തരത്തിലും നമ്മുടെ ബിഹേവിയർ, അത്രമാത്രം സൂക്ഷ്മതലത്തിലുള്ള വ്യത്യസ്തതകളുടെ ഒരു വലിയ സംഘാതമാണ്, വലിയൊരു സമുച്ചയമാണ്, കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നതിനെ പറ്റിയുള്ള കാഴ്ചയും വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് കാണാറുള്ളത് ഒരു മൊല്ലാക്ക, ഒരു നമ്പൂതിരി, പിന്നെ എന്താ പറയുക, ഒരു അച്ഛൻ, ഒരു പള്ളിയിലച്ഛൻ, ഇവർ 3 പേരും കൂടി ചേർന്നിരിക്കുന്ന ഫോട്ടോ ആണ്. അത് മതേതരത്വമായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം, ആ 3 എണ്ണത്തിൽ ഞാനില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതെൻ്റെ പ്രശ്നമാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമാണെന്ന് വെച്ചോളൂ. അവർ 3 ആളും കൂടിയാൽ ഇന്ത്യൻ സെക്കുലറിസം ആവുമെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ പുറത്താണ്.
അതാ നമ്മുടെ പ്രൈവറ്റ് പ്രശ്നമാണെന്ന് വെച്ചോളൂ. പക്ഷേ അവർ 3 പേരും ഒരു സ്ഥലത്ത് ഒന്നിച്ചിരിക്കുന്നു, അവരെ 3 പേരെയും ഒരുമിച്ചിരുത്താൽ അവർ ഉടനെ കടിച്ചു കീറുന്നില്ല എന്നതല്ല മതേതരത്വം. അത് മതേതരത്വമായിട്ട് മതേതരത്വത്തിൻ്റെ ഫ്രഞ്ച് വിപ്ലവ കാലത്തെ തുടക്കം മുതൽ അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ തുടക്കം മുതൽ ഒരു ഘട്ടത്തിലും അതാണ് മതേതരത്വം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട അങ്ങേയറ്റം വ്യാജമായൊരു നിർമ്മിതിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ്, ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, മതരാഷ്ട്ര സങ്കല്പം എന്നത് ഇന്ത്യയിൽ വളരെ കാലങ്ങൾക്ക് മുമ്പേ വേര് പിടിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ശക്തിപ്പെട്ടു വന്നത്. ഈ മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടു നടക്കുന്നവർ, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അത് യഥാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഭീഷണിയായിട്ട് ഇന്ത്യയിൽ നിന്നു. അതാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തത്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഈ ബഹുത്വം നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മതേതരത്വത്തെ പറ്റി സംസാരിച്ച എല്ലാവരുടെയും ചിന്തയിൽ ആഴത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് തുടർന്ന് ഞാൻ ചില സ്ലൈഡുകളിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പം ഗാന്ധിയെ വിമർശിക്കുന്ന ചില ആളുകൾ ഗാന്ധിയുടെ മതവും രാജ്യഭരണവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള നിരീക്ഷണങ്ങളെ പറ്റി പറയാറുണ്ട്. അവ കണക്കാക്കേണ്ടതല്ലെന്നോ ഗാന്ധി വിമർശനാതീതനാണെന്നോ അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. ഗാന്ധിയെ വിമർശിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിരന്തരം സ്വയം തിരുത്താൻ തയ്യാറായ ഒരാളാണ് ഗാന്ധി എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. 2, ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഹിന്ദുത്വമാണ് ഗാന്ധി എന്ന രക്തസാക്ഷിയെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് സ്വന്തം ജീവൻ കൊടുത്ത് ഈ ഇന്ത്യ ഇന്നും നേരിടുന്ന വിപത്തിനെതിരെ പോരാടി നോക്കിയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ഈ വാദം ഉന്നയിക്കുന്നത് എന്നത് ആലോചിച്ചുകൊണ്ട് വേണം. ആ ബഹുമാനം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വിമർശനം വേണ്ടെന്ന് വെക്കണമെന്നല്ല, പക്ഷെ അതിനെ മുൻനിർത്തി വേണം വാദം ഉണ്ടാക്കാൻ. 1. രണ്ടാമതൊന്ന്, നിങ്ങളെയും വളരെ പ്രധാനപ്പെട്ട 28ലെയും 47ലെയും 2 പ്രസ്താവനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ വായിച്ച് വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഒന്നാമത്തതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് മതം ഒരിക്കലും ഒരു പബ്ലിക്കായിട്ടുള്ള കാര്യമല്ല, ഇറ്റ്സ് മൈ പേഴ്സണൽ അഫെയർ എന്ന് പറയുന്ന കാര്യമാണ് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത്. ദാറ്റ് ഈസ് എവറിബഡീസ് പേഴ്സണൽ കൺസേൺ എന്നാണ് ആ വാചകം അവസാനിക്കുന്നത്. ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ രണ്ടാമത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യ കനോട്ട് ബി എ ഹിന്ദു സ്റ്റേറ്റ്. It can only be a secular state where every religion has the same status. 47-ൽ ഹരിജൻ മാർച്ച് 30-ന് ഗാന്ധി ഇത് വളരെ അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം പറയുന്നുണ്ട്. ഇതാണ് 47 മാർച്ചിൽ നിന്ന് 48 ജനുവരിയിലേക്ക് എത്തുമ്പോഴേക്കും ആ മനുഷ്യൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം. അതായത് ഇന്ത്യ ഒരു കാലത്തും ഒരിക്കലും ഒരു ഹിന്ദു സ്റ്റേറ്റ് അല്ല, ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ആയിക്കൂടാ. ഇതൊരു സെക്കുലർ സ്റ്റേറ്റാണ്. ഇതിനകത്ത് എല്ലാ റിലീജിയനും എല്ലാ മതത്തിനും തുല്യമായ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം എന്ന സ്റ്റാൻഡിലാണ് ഗാന്ധി അവസാനം എത്തിച്ചേരുന്നത് എന്നത് പ്രധാനമാണ്. നെഹ്റുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നെഹ്റു എല്ലാ കാലവും സെക്കുലർ എന്ന നിലയ്ക്ക് തന്നെ വ്യവഹരിക്കപ്പെട്ട ആളാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന്, ഗാന്ധിയുടെ പരാമർശത്തെ തന്നെ അദ്ദേഹം എടുത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് റിലീജിയൻ ഈസ് എ പേഴ്സണൽ അഫെയർ എന്ന് പറയുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സെക്കുലർ സ്റ്റേറ്റ് ആയിട്ടുള്ള, നമ്മൾ ബൈ സെക്കുലർ സ്റ്റേറ്റ് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അദ്ദേഹം അത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിലാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചർച്ചയിലാണ്. ഇപ്പോൾ കുറേ പേർ ഇങ്ങനെ വാദിക്കുന്നവരുണ്ട്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചർച്ചയിൽ സെക്കുലറിസത്തെ പറ്റി സംസാരിക്കുമ്പോൾ നെഹ്റുവും അംബേദ്കറും മിണ്ടാതിരുന്നു എന്നൊക്കെ ചിലർ വാദിക്കുന്നത് ഞാൻ വീഡിയോകളായിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് മുഴുവനായിട്ട് നെറ്റിൽ ലഭ്യമാണ്, എടുത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റാണ് എന്ന് വളരെ അസന്നിഗ്ധമായി നെഹ്റു പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ബി എനി റിലീജിയൻ, ഇറ്റ് ഷാൾ ഹാവ് നോ ഒഫീഷ്യൽ റിലീജിയൻ. നമുക്കൊരു ഔദ്യോഗികമായ മതമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നെഹ്റു അത് സംസാരിക്കുന്നത്. അംബേദ്കറിൻ്റെ കാര്യവും ഇതുപോലെയാണ്. അംബേദ്കർ കെ.ടി. ഷാ എഴുന്നേറ്റ് നിന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ 1ാമത്തെ വകുപ്പിൽ തന്നെ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിർവചിക്കുമ്പോൾ അതിൽ സെക്കുലർ എന്ന വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ്. സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്ന 2 വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്നൊരു ഭേദഗതി നിർദ്ദേശിക്കുകയുണ്ടായി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച്. അന്ന് അതിനോട് വിയോജിച്ച ഒരാളാണ് അംബേദ്കർ. അംബേദ്കറിൻ്റെ അന്നത്തെ വിയോജിപ്പിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കണം, ജനാധിപത്യത്തെ നമ്മൾ അംഗീകരിക്കണം എന്നതായിരുന്നു. അതായത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഭരണഘടന ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ഭരണപരമായ നടത്തിപ്പിൻ്റെ രേഖയാണ്. അതല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും മൂല്യം എന്തായിരിക്കണമെന്ന് ആദ്യമേ പൂർണ്ണമായും തീരുമാനിച്ചു വിടാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല. അതായത് ആ ജനാധിപത്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അംബേദ്കർ ഇവ ആദ്യത്തെ വാചകത്തിൽ തന്നെ വേണ്ട എന്നു പറയുന്നത്. അതല്ലാതെ അംബേദ്കർ
ഇപ്പോൾ കുറേ പേർ വാദിക്കുന്ന അങ്ങനെയാണ്. ആ ഒരു കാര്യം, ആ സംഭവത്തെ മാത്രം എടുത്ത്, അതിങ്ങനെയാണല്ലോ ചെറി പിക്ക് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ ഇവരുടെ തന്ത്രം. ആ സംഭവത്തെ മാത്രം എടുക്കും, എന്നിട്ട് പറയും അംബേദ്കർ സത്യത്തിൽ സെക്കുലറിസത്തിനെതിരായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കുള്ള വാചകങ്ങളാണ് ഈ അസംബ്ലിയിൽ നിന്നും, അതിന് രണ്ടും അസംബ്ലിയിൽ നിന്ന് തന്നെയുള്ള 2 കോഡ്സ് ഞാൻ വളരെ കൃത്യമായി കൊടുത്തിട്ടുള്ളത്. ഈ സെക്കുലറിസത്തെ പറ്റി അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ മുഴുവൻ വായിച്ച് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇനിയുള്ള മനുഷ്യന്മാരെയാണ് നമ്മൾ കുറച്ച് നോക്കേണ്ടത്. ഇവരെ പറ്റിയൊക്കെ നമുക്കറിയാം. ഈ ചങ്ങാതിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് തോന്നുന്നു. MS ഗോൾവാൾക്കർ, ബെഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാര. അദ്ദേഹം പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇൻ ദിസ് കൺട്രി വി ഹാവ് ഓഫ്റ്റൻ ഹാഡ് ഓഫ് എ സെക്കുലർ സ്റ്റേറ്റ്, ബട്ട് ദിസ് ഈസ് എ മാഡ് ഡ്രീം ബോൺ ഓഫ് ഫോറിൻ ഇൻഫ്ലുവൻസസ്. ഇതൊരു ഭ്രാന്തൻ സ്വപ്നമാണ്. നമ്മളൊരു സെക്കുലർ രാഷ്ട്രമാണ് എന്നൊരു ഭ്രാന്തൻ സ്വപ്നമാണ്. പാശ്ചാത്യ സ്വാധീനത്താൽ ജനിക്കപ്പെട്ട ഒരു ഭ്രാന്തൻ സ്വപ്നം. അതാണ് മതേതരത്വം എന്നതിനെക്കുറിച്ച് ഗോൾവാൾക്കറുടെ പ്രധാനപ്പെട്ട വിശദീകരണം. അത് നമ്മുടെ രാഷ്ട്രത്തിൽ മീനിങ്ലെസ് ആണ്. നമ്മുടെ രാജ്യത്ത് അർത്ഥശൂന്യമായൊരു കാര്യമാണ് സെക്കുലറിസം. രണ്ടാമത്തെ കാര്യം, ഈ ഹിന്ദു സ്റ്റേറ്റിനെ, ഹിന്ദു രാഷ്ട്രത്തെ അദ്ദേഹം നിർവചിക്കുകയാണ്. ദിസ് ലാൻഡ് ഈസ് എ ഹോളി ലാൻഡ് ഓഫ് ദ ഹിന്ദു അലോൺ. ഹിന്ദുക്കളുടെ പാവന ഭൂമിയാണ് ഈ രാഷ്ട്രം. അതിന് പുറത്തുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഹിന്ദു കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്, ഹിന്ദുവിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അവരുടേതാക്കി മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നതല്ല. ഒന്ന് ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വിചാരധാര എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. രണ്ടാമത്തേത് വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന, നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഗോൾവാൾക്കറും അതിനു മുൻപ് സവർക്കറുടെ അടിസ്ഥാന ചിന്തകളുമാണ് ഈ ചിന്തയുടെ അടിത്തറ ഇന്ത്യയിൽ പാകുന്നത്. 1920 കൂടി ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് വാദിക്കുന്ന ഇത്തരം ഒരു വലിയ ശ്രേണി ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇതിൻ്റെ പ്രാതിനിധ്യം നേരത്തെ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയിലും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരാൾ ഹെഗ്ഡേവാർ എന്ന് പറയുന്ന ആളാണ്. ഡോക്ടർ ജി എന്ന് RSS വിശേഷിപ്പിക്കുന്ന RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തലവനാണ് ഡോക്ടർ ഹെഗ്ഡേവാർ. അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ നോക്കൂ. ദ വെസ്റ്റേൺ കോൺസെപ്റ്റ്സ് ഓഫ് നാഷൻഹുഡ് ആൻഡ് സെക്കുലറിസം ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ഇന്ത്യ. ഇന്ത്യയിൽ ഈ പാശ്ചാത്യ സങ്കല്പനമായിരിക്കുന്ന സെക്കുലറിസം എന്ന് പറയുന്നത് പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. നമ്മൾ പ്രാചീനമായി തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദു ഐഡിയൽസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കൊരിക്കലും സെക്കുലർ രാഷ്ട്രമാവാൻ കഴിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ ഇവർ രണ്ടുപേരും മഹാന്മാരാണെന്നാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കളാണെന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവർ പറയുന്നത്. ഇവർ പറഞ്ഞ അതേ കാര്യം പറയുന്ന അടുത്തൊരാളെ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. അയാളെയും നിങ്ങൾക്ക് സുപരിചിതനാവും എന്ന് ഞാൻ കരുതുന്നു. അയാൾ പറയുന്ന കാര്യം, ഫോർ ദ ഗുഡ് ഓഫ് ഇന്ത്യ ദ ഓൺലി പാത്ത് ടു എസ്റ്റാബ്ലിഷ് എ ഹിന്ദു രാഷ്ട്ര. ഇന്ത്യക്കാകെയുള്ള നല്ല മാർഗം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നത് മാത്രമാണ്. നോ അതർ ഇസം, മറ്റെന്തെങ്കിലും ഇസങ്ങൾ നമുക്ക് പറ്റുന്നതല്ല. ഡെമോക്രസി ഓർ സെക്കുലറിസം, ജനാധിപത്യമോ മതേതരത്വമോ അതൊന്നും തന്നെ നമ്മുടെ രാഷ്ട്രത്തെ സേവ് ചെയ്യില്ല, രക്ഷിക്കില്ല. മുമ്പ് പറഞ്ഞ വാചകങ്ങളും ഇതും ഏതാണ്ട് സമാനമായി തോന്നുന്നില്ലേ? ഇത് പറഞ്ഞ ആളുടെ പേര് നറ്റൂറാം വിനായക് ഗോഡ്സെ എന്നാണ്. ഈ ഗോഡ്സെയെ ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു എന്നതും, അത്തരം മനുഷ്യർ രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ നേർവക്താക്കളായിട്ടും പരോക്ഷ വക്താക്കളായിട്ടും സ്വതന്ത്ര ചിന്തകരായിട്ടും വരെ പ്രത്യക്ഷപ്പെടുന്നു എന്നതുമാണ് എന്നെ അങ്ങേയറ്റം നിരാശനും അത്ഭുതപ്പെടുത്തുന്നതും ആയിട്ടുള്ള ഒരു കാര്യം. തുടർന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മതവൽക്കരണത്തെപ്പറ്റി വിശദീകരിക്കുകയാണ് വേണ്ടത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വൈകിയ സമയത്ത് കടക്കുന്നില്ല. ഒരൊറ്റ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്ന പരിപാടി എന്താണെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ട് ക്ഷേത്രത്തിന് ഉദ്ഘാടന പരിപാടി നടത്തിയത് അന്നായിരുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ചെയ്യുന്നത്. അപ്പുറത്ത് ഇന്ത്യയുടെ പാർലമെൻറ്റ്, അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ട സ്ഥലത്ത് വേറൊരു ചങ്ങാതിയെ നിങ്ങൾക്ക് കാണാം, ഷർട്ടൊന്നും ഇടാതെ. അയാളൊരു ചെങ്കോല് കൊടുക്കുന്നുണ്ട്. തിരുവാടുതുറൈ അധീനം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ശൈവ സന്യാസി മഠത്തിൽ നിന്ന് പോയിരിക്കുന്ന സന്യാസികൾ ചെങ്കോൽ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, നേരത്തെ പറഞ്ഞ
സെക്കുലർ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം. അതായത് അമ്പലത്തിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം അമ്പലത്തിലിരിക്കേണ്ട ചങ്ങാതി. താറുമാറാവുക എന്ന് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഒട്ടും ശരിയല്ല, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രത്തിൽ ആ അശ്ലീലം സംഭവിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ മറുപടി ഇതാണ്. ഇന്ത്യൻ ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു അശ്ലീലമായി പരിണമിക്കുകയാണ്. ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ മതവൽക്കരണത്തിൻ്റെ അശ്ലീലമാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇനി ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായതുകൊണ്ടും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും വിടുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ മതേതരത്വത്തിന് ഏൽപ്പിക്കപ്പെട്ട പ്രധാന പരിക്കുകൾ: ഇന്ത്യ പാക് വിഭജനം, സിഖ് കലാപം, ഗുജറാത്ത് കലാപം, ബാബറി മസ്ജിദിൻ്റെ തകർച്ച, രാമക്ഷേത്ര നിർമ്മാണം വരെയുള്ളൊരു ചരിത്രം നിങ്ങൾ മനസ്സിലൂടെ ഒന്ന് ഓടിച്ച് ചിന്തിക്കുക. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്തിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും: രാമക്ഷേത്രം, പൗരത്വ നിയമം, ഏകീകൃത സിവിൽ കോഡ്, 370 ആർട്ടിക്കിൾ റദ്ദാക്കൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വരുത്തുന്ന പരിക്കുകൾ, ശാസ്ത്ര നിഷേധം, ശാസ്ത്ര കോൺഗ്രസുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ശാസ്ത്രവിരുദ്ധവും മിത്തുകളുടെ അടിസ്ഥാനത്തിലുമുള്ള പേപ്പറുകൾ, അതിൻ്റെ വക്രീകരണം, ചരിത്ര നിഷേധം, ഹിസ്റ്ററി കൗൺസിലിൻ്റെ ഇടപെടലുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വെട്ടിമാറ്റലുകൾ, മുഗൾ ചരിത്രമടക്കമുള്ള ചരിത്രത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഇന്ത്യയുടെ ചിത്രം. ഇന്ത്യ ഏതാണ്ട് ഇങ്ങനെ കാവ്യവൽക്കരിക്കപ്പെടുകയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചിത്രം ഞാനിപ്പോൾ കരുതുന്നത് ഈ മതത്തിൻ്റെ പ്രതീകമായി ഗുഹയിൽ ധ്യാനിച്ചിരിക്കുന്ന മോഡിയുടേതാണ്. ആ ഗുഹാധ്യാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിലവിലുള്ള ചിത്രം. അവസാനത്തെ സ്ലൈഡിലേക്ക് ഞാൻ എത്തുകയാണ്. 2 ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നമ്മൾ സാധാരണ 2 പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. ഒന്ന് മിറാഷ് ആണ്, മറ്റൊന്ന് ഒയാസിസ് ആണ്. 2 മരുഭൂമിയിൽ സാധാരണ കാണുന്ന 2 പ്രതിഭാസങ്ങളാണ്. മിറാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. പ്രകാശത്തിൻ്റെ അപവർത്തനം കൊണ്ട് നിലയിൽ വ്യത്യാസമുള്ള രണ്ട് ഇടങ്ങൾ ഉണ്ടാവുമ്പോൾ കാഴ്ചയ്ക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷനാണ് നമ്മൾ മരീചിക എന്ന് പറയുന്നത്. ഈ ആദ്യം കാണുന്ന ചിത്രത്തിലുള്ള മരീചിക ഫാൻറ്റാ മൊർഗാന എന്ന് പറയുന്ന വളരെ അതിവിചിത്രമായ അപൂർവമായ മരീചികയാണ്. ദൂരത്ത് കോട്ടയുണ്ടെന്ന് തോന്നുക. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലവിൽ നമ്മൾ ചിത്രീകരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഫാൻറ്റാ മൊർഗാനകളുടെ മുന്നിലാണ്. ഇന്ത്യയുടെ മതേതരത്വം ഒരു മരീചികയാണ് എന്നാണ് ഇന്ത്യ ഭരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരിക്കുന്നവർ സെക്കുലറിസം എന്നതിന് പകരം സിക്കുലറിസം എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. LK അദ്വാനി മുതലാണ് അത് ഉപയോഗിച്ച് തുടങ്ങിയത്. ആ അർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് സെക്കുലറിസം എന്ന് വരുത്തി തീർക്കാനായി പൊളിറ്റിക്കൽ ഇസ്ലാം ആകട്ടെ, പൊളിറ്റിക്കൽ ഹിന്ദു ആവട്ടെ, നിരന്തരമായി ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സെക്കുലറിസം ഒരു മരീചികയാണോ അതോ ഒയാസിസ് യഥാർത്ഥത്തിലുള്ള ഒരു മരുപ്പച്ചയാണോ? ഇന്ത്യയുടെ മരുഭൂമി പോലെ വരണ്ടുപോകുന്ന ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും യുക്തിചിന്തയുടെയും ഒരു മരുപ്പറമ്പായി, ഒരു മരുഭൂമിയായി ഇന്ത്യ മാറുമ്പോൾ അതിനകത്തുള്ളൊരു മരുപ്പച്ചയായി ഇന്ത്യൻ മതേതരത്വത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രസൻറ്റേഷൻ അനുവാദം തന്ന പ്രിയപ്പെട്ട സംഘാടകരോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. നന്ദി.